ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, സ്ട്രെങ്ത് ആയിരിക്കുന്നു, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് ലഭിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള സിറ്റുവേഷൻ ഇപ്പോൾ ഏത് രീതിയിലാണ് പോകുന്നത്. ഇത് ഫാമിലി ആകാം, ലവ് തേർഡ് പാർട്ടി ആകാം, ഓക്കെ, നോ കോണ്ടാക്റ്റിലിരിക്കുന്നവരാകാം, ആർക്കും ഈ റീഡിങ് കാണാവുന്നതാണ്. ഓക്കെ, ഫാമിലി തേർഡ് പാർട്ടിയും നിങ്ങളുടെ ലവ് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ലവ് തേർഡ് പാർട്ടിയും ഇതിൽ ഇൻക്ലൂഡ് ആവും. ഓക്കെ, ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. ഒരുപാട് പേര് കാണുന്നതാണ്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകില്ല, മറ്റ് ചിലത് റെസനേറ്റ് ആകും. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജിയാണ്. ഓക്കെ, ഇവിടെ സ്ട്രെങ്ത് ആണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലാരിഫൈ ചെയ്യുന്നതിന് കാർഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 4, 9, 12, 16, 8, 19, 3, 2, 20, 10, 8, 14. ഏപ്രിൽ, മെയ്, സെപ്റ്റംബർ, ജൂലൈ, ഫെബ്രുവരി, ജനുവരി. വന്നിരിക്കുന്ന ലെറ്റേഴ്സ് TEWK, JP, TSC. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത് അതൊന്നും അവിടെ ലഭിക്കുന്നില്ലായിരുന്നു. ഒരുപാട് ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ചില സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയെ സെലക്ട് ചെയ്ത് പോയിരുന്നതെങ്കിൽ അവിടെ ഇപ്പോൾ അതൊന്നും ലഭിക്കുന്നില്ല. അവിടെ ലഭിക്കുന്നത് മൊത്തവും പവറാണ്. പവർ, എന്ത് കാര്യങ്ങൾക്കും തേർഡ് പാർട്ടിയുടെ പവർ നേരിടേണ്ടതായിട്ട് വരുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഒരു വിധത്തിലും നിങ്ങളുടെ പേഴ്സണ് ഒരു സമാധാനമോ സന്തോഷമോ ആ ഒരു റിലേഷനിൽ ലഭിക്കുന്നില്ല. അവർ കാത്തു നിന്ന് ഇപ്പം കിട്ടും, അല്ലെങ്കിൽ നാളെ ശരിയാവും, ഇന്ന് ശരിയാവും, നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ്, അപ്പോൾ പോയപ്പോഴത്തേക്ക് ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്ന് പറഞ്ഞ് അവർ വെയിറ്റ് ചെയ്ത് ഒരു വിധത്തിൽ ആ ഒരു റിലേഷൻഷിപ്പ് നേരെയായി പോകുന്നില്ല. ഒരു വിധത്തിൽ ഇമോഷണൽ സപ്പോർട്ട് നിങ്ങളുടെ പേഴ്സൺ അവിടെ ലഭിക്കുന്നില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അവർ കമ്പയർ ചെയ്യുന്നുണ്ട്, അവരുടെ മനസ്സിൽ അവർക്കത് തോന്നുന്നുണ്ട്, നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന സ്നേഹവും കെയറിങ്ങും, അപ്പോൾ അത് ഇത്രയും കിട്ടിയപ്പോഴത്തേക്ക് അവർ വിചാരിച്ചു തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അവരെ വിശ്വസിച്ച് അവരുടെ വാക്ക് കേട്ട് അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചതിൽ, നിങ്ങളിൽ നിന്ന് ലഭിച്ചതിൽ കൂടുതൽ തേർഡ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ ഒന്നും ലഭിച്ചില്ല. ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക നീഡ്സ് ആഗ്രഹിച്ചാണ് തേർഡ് പാർട്ടിയെ സെലക്ട് ചെയ്തതെങ്കിൽ അവിടെ സാമ്പത്തിക തേർഡ് പാർട്ടി ചെയ്യുന്നില്ല. കാരണം തേർഡ് പാർട്ടിക്ക് തേർഡ് പാർട്ടിയുടേതായ ചില കാര്യങ്ങളുണ്ട്. തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളിലേക്കാണ് തേർഡ് പാർട്ടി ശ്രദ്ധ വയ്ക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവിടെ കാത്തുനിന്ന് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് വരുന്നത്. ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം 4 നമ്പറാണ് വന്നിരിക്കുന്നത്. ഇതിന് ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി. ഏരീസാണ്. ഏരീസിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരിക. ഓക്കെ, അവർക്ക് ക്ഷമ കാണത്തില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടൊക്കെ നിന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു ക്ഷമയും കാര്യങ്ങളും ലഭിക്കുന്നില്ല. പെട്ടെന്നുള്ള ദേഷ്യം, അവരുടെ സ്വാർത്ഥത, അഹംഭാവം നിങ്ങളുടെ പേഴ്സൺ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു മത്സര ബുദ്ധിയും, എപ്പോഴും മത്സരമാണ്. കാരണം ഈ ഒരു ഈ ഒരു ഇട്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മത്സരം, ഏത് സമയവും എന്തും നേരിടാൻ തയ്യാറാണ്. ഒരു വാക്ക് വന്നിരുന്നാലും അവർ തയ്യാറായി നിൽക്കുകയാണ്. അവരെ ജയിക്കാൻ കഴിയത്തില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു നോളജുള്ള ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കഴിയും പ്രായം കൊണ്ട് മുതിർന്ന വ്യക്തി ആയിരിക്കാം, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അവരെ ജയിക്കാൻ കഴിയത്തില്ല. ഓക്കെ, ഒരുപാട് ശാഠ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി. ഈ അവരിയ്ക്കുന്ന സിംഹാസനം എന്ന് പറയുന്നത് ഒരു കല്ല് വെച്ചിട്ടുള്ളൊരു സിംഹാസനമാണ്. ആ ഒരു കല്ല് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. അവർക്കൊരു കാര്യം വേണമെങ്കിൽ അവർ എന്തും ഹാർഡ് വർക്കിലൂടെ നേടിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി. പക്ഷേ ഇമോഷണൽ പരമായിട്ട് ഇവരുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് അത് അധികാരത്തിൻ്റെയാണ്. ആ ഒരു അധികാരത്തെ അവർ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതല്ലാണ്ട് ഇമോഷണൽ പരമായിട്ട് യാതൊന്നുമില്ല.
അവർക്ക് ഇമോഷണൽ പരമായിട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ അല്പം ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പോലും അതൊരിക്കലും അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അവരുടെ എന്ത് ഇമോഷൻ തന്നെയാണെങ്കിലും അവർ പ്രകടമാക്കി കാണിക്കത്തില്ല നിങ്ങളുടെ പേഴ്സണോടൊപ്പം. അവരുടെ അധികാരം, ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർന്ന പദവിയിലുള്ള ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി എങ്കിൽ ആ സാമ്പത്തികത്തിൻ്റെ അധികാരങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പല പ്രാവശ്യങ്ങളും കാണിക്കും. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാനോ നിങ്ങളുടെ അടുത്ത് കാണിച്ചത് കണക്ക് ചാടിക്കടിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പം വടിയും കുത്തി നടക്കുന്ന അവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണ് തേർഡ് പാർട്ടി. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സിംഹാസനത്തിന് രണ്ട് സൈഡിലായിട്ട് ഒരു മുട്ടനാടിൻ്റെ തല, ഇവിടെ ഉണ്ട് തലകൾ. ഓക്കെ, അപ്പോൾ ഈ മുട്ടനാടിൻ്റെ സ്വഭാവം പോലെ എങ്ങനെയായിരിക്കും മുട്ടനാടിൻ്റെ സ്വഭാവം? അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും അത് കുത്തിയെടുത്തെറിയും. എത്ര സ്നേഹിച്ച് അതിൻ്റെ അടുത്തോട്ട് ചെന്നിരുന്നാലും ശരി തന്നെ, അതിനെ സ്നേഹിക്കാനാണ് ചെന്നാലും അതിനെ തടവാനായാലും പിടിക്കാനായാലും ചെന്നിരുന്നാലും അത് അതിൻ്റെ നെറ്റ് കൊണ്ട് കുത്തി എറിയുക, അല്ലെന്നുണ്ടെങ്കിൽ പിറകിൽ കൂടെ വന്ന് ഇടിച്ചിടുക, അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നേരിടുന്നത്. അവർ വിചാരിച്ച് കുഞ്ഞാടാണെന്നും പറഞ്ഞുകൊണ്ട് ചെന്നതാണ്, കിട്ടിയതോ മുട്ടനാടിൻ്റെ കുത്ത്. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്പാണ്. എന്തെങ്കിലും രഹസ്യമായിട്ട് നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിക്കോ രഹസ്യമായിട്ട് ആരും അറിയണ്ട എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ, ചില ഓഫറുകളൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ പരസ്യമാകാൻ പോവുകയാണ്, അപമാനിക്കപ്പെടാൻ പോവുകയാണ്. പല വ്യക്തികളും അപമാനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഈ തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളെല്ലാം പുറത്തറിയുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടി തന്നെ അത് പുറത്തറിയിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് അപമാനം വരുന്ന രീതിയിൽ എന്തെങ്കിലും കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ടവറാണ് നൈറ്റ് ഓഫ് കപ്പിൽ വന്നിരിക്കുന്നത്. എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണ്, എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അവരുടെ ആ ഒരു സ്നേഹത്തിൽ ആ ഒരു കപ്പിൽ ടവറാണ് വന്നിരിക്കുന്നത്. ചില വ്യക്തികൾക്ക് ടവർ വരാൻ പോകുന്നതേ ഉള്ളൂ. അടുത്തത് ദ സണ്ണാണ് വന്നിരിക്കുന്നത്. ഇതുവരെയും അവരുടെ ജീവിതത്തിൽ എന്താണോ ഹാപ്പി ആയിട്ട് അവർ കൊണ്ടുപോയിരിക്കുന്നത്, അവരിൽ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നത്, ആ ബ്ലെസ്സിങ്ങും എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അതെല്ലാം അവരെ വിട്ട് പോകാൻ പോവുകയാണ്. ഇത് അവരുടെ കാർമിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് ഒരുപാട് സന്തോഷമാണ്. 8 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ വിട്ടു പോവുകയാണ്. ടവർ വന്നതിന് ശേഷം വിട്ടുപോക്കാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ എന്തോ വലിയ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തോ ഒരു വലിയ പ്രശ്നങ്ങൾ അവർ നേരിട്ടതിന് ശേഷം അവരുടെ സന്തോഷങ്ങൾ, സൺ കാർഡാണ്, ആ സന്തോഷത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ വിട്ടു പോകുകയാണ്. നിങ്ങളുടെ പേഴ്സൺ എങ്ങോട്ടാണ് വിട്ടു പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ, ഞാൻ റീഡിങ് എടുക്കാം നിങ്ങളുടെ ഭാഗവും കൂടി. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻഡിക്കിളാണ്. പേഴ്സൺ വർക്ക് ചെയ്യുകയാണ്. ഇവിടുന്ന് എന്തായിരുന്നാലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തായിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ പുറത്തായി കഴിഞ്ഞു. ആ പുറത്ത് പോകണമെന്ന് ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബന്ധിച്ച് വെച്ചിരുന്ന പല കാര്യങ്ങൾ, സ്നേഹങ്ങളൊക്കെ കാണിച്ചു, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചില സംസാരങ്ങളൊക്കെ, സപ്പോർട്ട്, ഒരുപാട് ഓവർ സപ്പോർട്ടും ഓവർ കോൺഫിഡൻസും കൊടുത്ത് നിങ്ങളുടെ പേഴ്സണെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ത് പറഞ്ഞിരുന്നാലും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതൊന്നും ഇനി അവർ ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങൾക്കെതിരായിട്ടായിരിക്കും സംസാരിച്ചിട്ടുള്ളത്. അതൊന്നും ഇനി നിങ്ങളുടെ തേർഡ് പാർട്ടി കൊടുക്കുന്നതായിട്ടുള്ള ഒരു സ്നേഹമായിട്ടും അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അതെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. സ്റ്റേബിളായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇനി വർക്ക് ചെയ്യാൻ പോകുകയാണ്. തൻ്റെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ട് അതിനു വേണ്ടി എവിടെയാണ് തെറ്റിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുവാൻ പോകുകയാണ്. മറ്റുള്ള ആൾക്കാരിൽ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ, അമിത സ്വാധീനങ്ങൾ ആണ് വെച്ചിരുന്നതെങ്കിൽ ആ ഒരു സ്വാധീനങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ യഥാർത്ഥമായ അവസ്ഥയെ തിരിച്ചറിയുകയും തൻ്റെ ബുദ്ധിയെ അവർ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി അവരുടെ പരാജയം എന്തെന്നും വൈകാരികമായ ഉയർച്ച താഴ്ചകൾ അതെല്ലാം അവർ മനസ്സിലാക്കുകയാണ്. ഈ ഒരു സമയത്ത് ഭയം, ഉത്കണ്ഠ അതെല്ലാം അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എനർജി ചിലപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ മനസ്സിലും ആകാം. കാരണം ഈ ഒരു ഭയം, നിങ്ങളുടെ പേഴ്സൺ വിട്ടു പോകുമോ എന്നുള്ളൊരു ഭയം, ഉത്കണ്ഠ ഇതെല്ലാം തേർഡ് പാർട്ടിയുടെ ലൈഫിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. തേർഡ് പാർട്ടിയും ഇതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വിട്ടു പോകുമോ,
തീർച്ചയായിട്ടും വിട്ടു പോയിരിക്കുകയാണ് ഇവിടെ. ഇതുവരെയും മറ്റുള്ളവരുടെ സഹായത്തിലാണ് റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നത്. മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കിയിരുന്നതെങ്കിൽ അതെല്ലാം തിരിച്ചറിയുകയാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് എന്താണോ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കാര്യങ്ങൾ എൻഡായി കഴിഞ്ഞിരിക്കുന്നു. ടവർ വന്നോ വിട്ടുപോയി. ഇതിന് ശേഷം ഇനി തേർഡ് പാർട്ടിയുടെ ഒരു എനർജി ഇവിടെ കാണുന്നില്ല. ഇവിടെ വന്നിരിക്കുന്നത് സ്വന്തമായിട്ടുള്ള ചിന്തയും സ്വന്തം എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്വന്തം ചിന്തകളും എനർജിയും മാത്രമാണ് ഈ രണ്ടാമത്തെ റോയിൽ വന്നിരിക്കുന്നത്. ചിന്തിക്കുകയാണ്. അവരുടെ ഭാഗത്ത് ഒരുപാട് മൂർച്ച വാക്കുകൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുന്നു എന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് മൂർച്ച വാക്കുകൾ നിങ്ങളടുത്ത് പറയുകയും ഒരു വിശ്രമമില്ലാത്ത രീതിയിൽ നിങ്ങളെ ഒരുപാട് മാനസികമായിട്ട് കരയിപ്പിച്ച് ചിലപ്പം ഒരു ദിവസമല്ല 2 ദിവസമല്ല, ഇത് നിരന്തരമായിട്ട് നിങ്ങളുടെ മാനസികമായി തകർത്ത് നിങ്ങളുടെ വിഷമത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വാക്കുകളോ പ്രവൃത്തികളോ ലൈഫിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് തന്നെ ഇത് വേണ്ട, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, ഇനി മുന്നോട്ട് പോകത്തില്ല എന്നുള്ള ചില തീരുമാനങ്ങൾ, പെട്ടെന്നുള്ളൊരു തീരുമാനങ്ങൾ എടുക്കൽ, അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങളെ അവർ പണിയുകയാണ്. ഇനി അത് പാടില്ല. എൻ്റെ ജീവിതത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത കുറേ തീരുമാനങ്ങളുണ്ട്. എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തണം, എൻ്റെ സ്വഭാവ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. കാരണം ഇവിടെ എന്തായാലും ടവറും വന്ന് തേർഡ് പാർട്ടിയും പോയി, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് വിട്ടും പോയി, ഇനിയിപ്പോൾ നിങ്ങളും പോയി. അപ്പം നിങ്ങളുടെ വരുമ്പോഴത്തേക്ക് ആ ഒരു പഴയ സ്വഭാവത്തിൽ വന്നാൽ പറ്റില്ല. തൻ്റെ സ്വഭാവത്തിൽ ഒരു പുതുമ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുകയും സെൽഫ് ലവ് ചെയ്യുകയും തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ തിരുത്തേണ്ടത് അതെല്ലാം തിരുത്താൻ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുകയും ജീവിതത്തിലേക്കുള്ള ഒരു വഴി അവരൊരുക്കുകയും ഒരു ന്യൂ ബിഗിനിങ് എന്തായാലും നിങ്ങളുമായിട്ട് തന്നെ ആയിരിക്കും. ഒരു ന്യൂ ബിഗിനിങ് അവർ കാണുകയാണ് ഈ ഒരു സമയത്ത്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങും കാര്യങ്ങളും കൊണ്ട് അവർ യൂണിവേഴ്സുമായിട്ട് സ്പിരിച്വലായിട്ടുള്ള വഴി അവർ തേടുകയാണ്, നോളജ് അവർ തേടുകയാണ്. അടുത്തതും സാജിറ്റേറിയസ് തന്നെയാണ് വന്നിരിക്കുന്നത്, ധനുമാസം. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ വായിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ബ്രേക്കപ്പ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോകുന്ന സമയത്തോ നോ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടുന്ന സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പ്രവൃത്തിയിൽ നിന്നാണെങ്കിലും ശരി തന്നെ, അവരുടെ വാക്കുകളിൽ നിന്നാണെങ്കിലും. അപ്പോൾ അതെല്ലാം ഇപ്പം അവർ ഓർക്കുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ്. നിങ്ങളിലേക്കുള്ള വഴി മുഴുവനും അടഞ്ഞിരിക്കുകയാണ്. നിങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേരും? പറഞ്ഞ വാക്കുകൾ അങ്ങനെയല്ല. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നീയുമായിട്ടുള്ള ഒരു റിലേഷന് താല്പര്യമില്ല, നീ ആരെങ്കിലും ആരോടെങ്കിലും നീ സന്തോഷമായിട്ട് ജീവിക്കുകയോ പോവുകയോ ചെയ്യുക, നീ എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബേർഡനാണ്, കാരണം ബേർഡനാണ് ഈ ചുമന്നുകൊണ്ടിരിക്കുന്നത്, നിന്നെ എനിക്കിനി ചുമക്കാൻ കഴിയില്ല എന്നുള്ള വാക്കുകൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആ വാക്കുകളൊക്കെ തേർഡ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ മൂവ് ഓൺ ആയി വരുന്ന സമയത്ത് അവർ നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെ അവർ കേൾക്കുക. ഒരു പക്ഷേ നിങ്ങൾ വോയിസ് മെസ്സേജ് ആയിരിക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ളത്, കോളുകൾ വിളിക്കുന്നതിന് പകരം മെസ്സേജുകളായിരിക്കാം. ആ മെസ്സേജുകളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എടുത്ത് നോക്കിയിട്ട് ഇത്രത്തോളം ബേർഡൻ അനുഭവിക്കും, ഞാൻ എൻ്റെ വായിൽ നിന്ന് പോയ വാക്കുകൾ ഇത്രത്തോളം ആയിരുന്നോ, ഇത്രത്തോളം ഹാർഡായിട്ടുള്ള കാര്യങ്ങളാണോ ഞാൻ പറഞ്ഞിരുന്നത് എന്ന് ചിന്തിച്ച് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനുള്ള വഴി അവർക്ക് അടഞ്ഞിരിക്കുകയാണ്. അവർക്ക് ജഡ്ജിമെൻ്റാണ് വന്നിരിക്കുന്നത്. ആ ജഡ്ജിമെൻറ്റ് എപ്രകാരമായിരിക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് താങ്ങുന്നതിലും അധികമാകുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഇതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ടവർ വന്നിട്ടുണ്ട്, ടവറിന് മേലിൽ അടുത്തത് വരെയാണ് ജഡ്ജിമെൻറ്റ്. തേർഡ് പാർട്ടിയോടൊപ്പം ഉള്ള ടവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റിലേഷനിൽ ടവർ വരുമ്പോൾ ഉള്ള അനുഭവം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പം തേർഡ് പാർട്ടിയിൽ ഒരുപാട് വിശ്വാസങ്ങളും കാര്യങ്ങളും സാമ്പത്തിക മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വപ്നം കണ്ട് ഓടിപ്പോയിട്ടുള്ള കാര്യമാണെങ്കിൽ അവിടെയെല്ലാം ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അപമാനപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം മറ്റു ആൾക്കാർ കാണുന്ന രീതിയിൽ തന്നെ നാണം കെടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് വന്നിട്ടും നിങ്ങളിലേക്കുള്ള വഴി അവർക്ക്, നിങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്റ്റേബിളാണ്, നിങ്ങളെന്ന് പറയുന്നത് ഇവിടെ കാണുന്നൊരു ഹൗസിനെ കാണിക്കുന്നത് സ്റ്റേബിളാണ്. അവിടെ വന്നാൽ വിശ്രമിക്കാം, ഒരു സമാധാനം ലഭിക്കും, നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയിലേക്ക് അവർക്ക് സമാധാനം ലഭിക്കും, വിശ്രമിക്കാം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ, നിങ്ങളോട് കാണിച്ച പ്രവർത്തികൾ ആ ഒരു മുന്നോട്ട് എങ്ങനെ വരും,
ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് എന്തുമാത്രം വേദനിച്ചെന്നും നിങ്ങൾ ഈ റിലേഷനെ ഇനി വിശ്വസിക്കുമെന്നും ഒക്കെ ഉള്ള ഒരുപാട് ചിന്തകളാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ചുമക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ മുന്നിലോട്ട് കാണാനുള്ള ഇത് കുനിഞ്ഞാണ് അവർക്ക് തല ഉയർത്തി വഴി എത്ര ദൂരമാണ് എന്ന് നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും നിങ്ങളുടെ പേഴ്സൺ അറിയുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഭാരത്താൽ അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളാൽ അവർ ഒരുപാട് ശ്രമം നടത്തുകയാണ് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജഡ്ജ്മെൻറ്റും ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അവർ ചെയ്തതിൻ്റെ കർമ്മ അവർ അനുഭവിച്ചേ മതിയാകൂ എന്നവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നത് 2 ഓഫ് കപ്പാണ്. 2 ഓഫ് കപ്പിനോടൊപ്പം തന്നെ 3 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. 3 ഓഫ് വാൻസ് ആകുമ്പോൾ ഏരീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, ഇത്രത്തോളം സ്നേഹം എല്ലാം നിങ്ങളോട് കാണിക്കുന്ന സമയത്തും ഇത്രയും ഏറെ സ്നേഹം നിങ്ങൾ അവർക്ക് കൊടുക്കാവുന്നതിലപ്പുറം സ്നേഹം 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അത്രത്തോളം സ്നേഹം നിങ്ങൾക്ക് തന്നപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കാണിച്ചത് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തേർഡ് പാർട്ടി കാണിച്ച അതേ രീതിയിൽ ഇത് ഏരീസാണ്. അപ്പം ഇതുപോലെയുള്ള സ്വഭാവമാണ് നിങ്ങളുടെ പേഴ്സൺ കാണിച്ചത്. ഇത്രത്തോളം സ്നേഹം നിങ്ങൾ കെയർ കൊടുക്കും, നിങ്ങളുടെ പേഴ്സണ് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കും. എത്ര ദേഷ്യപ്പെട്ടാലും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തോട്ട് ചെല്ലും. വീണ്ടും സോറി, നിങ്ങളുടെ ഭാഗത്ത് തെറ്റല്ലെങ്കിൽ പോലും നിങ്ങൾ അതിന് ക്ഷമ പറഞ്ഞാൽ ഇനി പോട്ടെ സാരമില്ല ഇനി ആവർത്തിക്കത്തില്ല എന്ന് പോലും പറഞ്ഞ് നിങ്ങൾ ആ ഒരു സ്നേഹത്തെ നിങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരും. അപ്പോഴെല്ലാം നിങ്ങളുടെ പേഴ്സൺ കാണിച്ചിരുന്നത് ഈ ഒരു ഏരീസിൻ്റെ സ്വഭാവമാണ് കാണിച്ചിരുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്നേഹവും കരുതലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുകയാണ്. നിങ്ങളുടെ കെയറിങ് ഒരു മദറിങ് നേച്ചർ പോലെ നിങ്ങൾ അത്രത്തോളം സ്നേഹവും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ അതെന്തുകൊണ്ട് മനസ്സിലായില്ല. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആലോചിക്കുകയാണ്, പ്ലാൻ ചെയ്യുകയാണ്. ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോയത്, ഞാൻ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആലോചിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി അടുത്ത നോക്കാം. നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് ടവർ സംഭവിച്ച് മൂവ് ഓൺ ആയിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ചില വ്യക്തികൾ കുടുംബം തേർഡ് പാർട്ടി ആണെങ്കിൽ അവിടെ നിന്ന് ഒരു പക്ഷേ മൂവ് ഓൺ ചെയ്യാൻ അവർക്ക് കഴിയത്തില്ലെങ്കിലും അവർ മാനസികമായിട്ടും തേർഡ് പാർട്ടി എന്ന വീട്ടുകാരായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ റിലേഷനെ തടസ്സമായി നിൽക്കുന്ന എന്ത് തന്നെയായിരുന്നാലും ഫ്രണ്ട്സുകളായിരുന്നാലും അതിൽ നിന്ന് മാനസിക ദൂരം പാലിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഓക്കെ, ചിലപ്പോൾ അവർ ഒരുമിച്ചായിരിക്കും, ഒരു വീട്ടിലായിരിക്കാം, ഒരു വീട്ടിൽ തന്നെ താമസിക്കുകയാണെങ്കിലും മാനസികമായിട്ട് ഇമോഷണൽ പരമായിട്ട് അവർ ദൂരത്തായി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ചില റിലേഷൻഷിപ്പ് ബേസിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്നും കോളും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആക്കിയിരിക്കുന്നു എന്നർത്ഥം. ഓക്കെ, യൂസിൻ്റെ പേഴ്സൺ ഉള്ളത് പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേൾവി എന്ത് എനർജിയാണുള്ളത്, പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ് എന്ത് എനർജിയാണുള്ളത്. ഗിവ് ആൻഡ് ടേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾക്ക് തരാതെ, നിങ്ങൾക്ക് സ്നേഹമൊന്നും തരാതെ അവർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വന്ന ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളിൽ നിന്ന് കറക്റ്റ്, നിങ്ങളിൽ നിന്ന് എന്താണോ വാങ്ങിച്ചത് അത് കറക്റ്റ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 6 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡിൽ ഇനിയൊരു ഐക്യമാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം കാര്യങ്ങൾ തിരിച്ചു നൽകുക, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവരെന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ചതിച്ചും വഞ്ചിച്ചും എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ ജഡ്ജ്മെൻറ്റിന് ഇരയാക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് സ്നേഹമാണോ സമാധാനമാണോ അവരെടുത്തത് അതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് നൽകണം. തന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്, കർമ്മ അവരെ പിന്തുടരുന്നു. നിങ്ങളോട് ഇതൊക്കെ ചെയ്തിട്ട് പോയത് കൊണ്ടാണ് തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്നും അവർക്കത് നേരിടേണ്ടി വന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു. കർമ്മയിൽ വിശ്വസിച്ച് ഭയന്നാണ് നിങ്ങളിലേക്ക് അവർ വരുന്നത്. ഇമോഷണൽ അറ്റാച്ച് തോന്നുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു ഐക്യത്തോടു കൂടി ഇനി ഒരു റിലേഷൻ കൊണ്ടുപോകണം. ഇതുവരെ നിങ്ങളാണ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. ഒരുപാട് നിങ്ങളുടെ പേഴ്സൻ്റെ പിറകെ നടക്കുന്നില്ല, അല്ലെങ്കിൽ ചേസ് ചെയ്യുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, കോൾ ചെയ്യുന്നില്ല എന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളിപ്പം നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്ന കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ ശ്രദ്ധിക്കുന്നില്ല. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തന്നെ നോക്കുകയാണ്, മറ്റൊരു വ്യൂ കൂടി നോക്കുകയാണ്. നിങ്ങൾ തന്നെ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണ്. റിലേഷനിൽ മുന്നോട്ട് പോകണമോ, നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളൊരു വിഷമത്തിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. നിങ്ങളെ റിലേഷനെ കുറിച്ച് യാതൊരു അറിവും അവർക്കില്ല.
നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ശ്രദ്ധിക്കുന്നത്. പഴയ കാര്യങ്ങളെല്ലാം മറക്കുന്നതിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ മുന്നോട്ട് കഴിഞ്ഞു പോയ കാലങ്ങൾ അതങ്ങ് മറന്നു കിട്ടിയെങ്കിൽ എന്ന് അവർ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നു. അവരൊരു പുതിയ ജീവിതത്തെ കാണുകയാണ് നിങ്ങളിലൂടെ, ഒരു പുതിയ വേയിലൂടെയാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ താൻ ചെയ്ത പ്രവർത്തികൾ, നിങ്ങളോട് കാണിച്ച പ്രവർത്തികളുടെ ജഡ്ജിമെൻ്റ് ആണ് അവർ നേരിടുന്നത്. 2 പ്രാവശ്യം ജഡ്ജിമെൻറ്റ് ഇവിടെ തന്നെ വന്നു കഴിഞ്ഞു. സിറ്റുവേഷനിൽ നോക്കിയപ്പോഴും ജഡ്ജിമെൻറ്റ് വന്നു കഴിഞ്ഞു. നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് ഭയപ്പെടുകയാണ് ജഡ്ജിമെൻറ്റിന്, കേട്ടോ. പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ചെയ്തതും പ്രവർത്തിച്ചതും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. യാത്ര ചെയ്ത് വരാൻ പോവുകയാണ്. നിങ്ങളുടെ അടുത്ത് വന്ന് നേരിട്ട് വന്ന് മാപ്പ് ചോദിക്കുന്നതിനോ മറ്റോ യാത്ര ചെയ്ത് വരാൻ പോവുകയാണ്. മറ്റ് ചില വ്യക്തികൾ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് അവർ ഭയക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണെതിരെ കേസ് വല്ലതും കൊടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് ഭയമുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങളുമായിട്ട് നേരിട്ടൊരു കോൺവെർസേഷന് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും റിലേഷനിൽ നിങ്ങൾ കേസ് കൊടുത്ത് രണ്ട് വട്ടവും കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെതിരായിട്ട് എന്തെങ്കിലും കേസ് കൊടുത്തവരെല്ലാവരുടെയും കാര്യമല്ല, എല്ലാവരും കേസ് കൊടുക്കും എന്നുള്ളതല്ല. ഇതിൽ ചില വ്യക്തികൾ റീഡിങ്ങിൽ അങ്ങനെയാണ്. ആ ഒരു നീതിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ കേസ് തന്നെ ആയിരിക്കണമെന്നില്ല, നീതിയായിരിക്കാം. നീതിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആ ഒരു നീതിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഒന്ന് മിണ്ടുന്നതിനോ കാണുന്നതിനോ, ഒരു പക്ഷേ കോടതിയിൽ വെച്ച് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കും. അതായിരിക്കാം ഈ ഒരു റീഡിങ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ യാത്ര ചെയ്ത് നിങ്ങളുമായിട്ട് ഒരു മീറ്റ് ഉണ്ടാകും. നിങ്ങൾ കാണും നിങ്ങളുടെ പേഴ്സണെ. ഓക്കെ, അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അടുത്ത് സംസാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫേസ് ചെയ്യുന്നതിൽ അവർ ഭയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ്, സ്കോർപിയോ. അവർ ഭയപ്പെടുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി നിങ്ങളങ്ങനെ അവരിൽ ഇത്രയും നാളും നിങ്ങളോടത്ത് കാണിച്ചതിനും നിങ്ങളെ കരയിപ്പിച്ചതിനും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയൊക്കെ കാണിച്ചതിന് നിങ്ങൾ പ്രതികാരം ചെയ്യുമോ എന്ന് അവർ എന്തെങ്കിലും രഹസ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുമോ, അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുമോ, തീവ്രമായിട്ടുള്ള എന്തെങ്കിലും അവരുടെ നേർക്ക് നിങ്ങൾ പ്രയോഗിക്കുമോ എന്നൊക്കെ അവർ ഭയപ്പെടുന്നുണ്ട്. ഡെത്താണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് എന്തായിരുന്നാലും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ എന്ത് സംഭവിച്ചിരുന്നാലും ഇത്രയും പ്രശ്നങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഇതൊക്കെ കാണിക്കുന്നെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിങ്ങനെയൊക്കെ കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വൈരാഗ്യം കാണിക്കും. തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം അവർ ഡെത്താക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് വന്ന് തിരിച്ച് അവരോട് പ്രതികാരം ചെയ്യുമെന്ന് ഭയന്ന് അവർ കൈകൂപ്പി നിൽക്കുകയാണ്. പ്രതികാരം ഒന്നും ചെയ്യല്ലേ എന്നുള്ള രീതിയിൽ അവർ ഭയപ്പെടുന്നുണ്ട്. അവർ വെയിറ്റിങ്ങിലാണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാലോ, ഓടിക്കയറി ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ല. അടുത്തത് ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിളാണ് അതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം അഹങ്കാരങ്ങൾ, ആധിപത്യങ്ങളൊക്കെ നിങ്ങളടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കുകയാണ്. വേൾഡാണ്, ഒന്ന് അവസാനിച്ചിട്ട് മറ്റൊന്നിൻ്റെ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അവർ എന്തെങ്കിലും പുതുതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നേരെയാക്കിക്കൊണ്ട് നിങ്ങളുടെ റിലേഷൻ നേരെയാക്കുന്നതിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യുവാനും എല്ലാം കൃത്യവും സൂക്ഷ്മവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും. വിശ്വസനീയമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉത്തരവാദിത്വവും അവരുടെ ലൈഫിൽ കൊണ്ടുവരും. അവരിനി വലിയ എളിമയും ബുദ്ധിയൊക്കെ ഉള്ള ആ വ്യക്തിയായിട്ട് ഏതൊരു കാര്യവും ബുദ്ധിപരമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകും. ഒരുപാട് ജ്ഞാനത്തോടു കൂടി അവർ കൊണ്ടുപോകും. ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു എൻഡ് സംഭവിച്ചതിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടി എടുത്ത റീഡിങ്. നിങ്ങൾക്ക് വേണ്ടി മെസ്സേജ് കൂടി എടുക്കാം. ഈ ഒരു റീഡിങ്ങിൻ്റെ ബേസിൽ ഇത് ആർക്ക് റെസനേറ്റ് ആകുന്നു എന്നറിയത്തില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. നിങ്ങൾക്ക് വേണ്ടി മെസ്സേജ് എടുക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കറക്റ്റായിട്ടുള്ള മെസ്സേജ് തന്നെ വന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് താങ്ക് യു. ഏറ്റവും പോസിറ്റീവായിട്ട് എൻ്റെ വ്യൂസിന് സമാധാനം ലഭിക്കുന്ന രീതിയിൽ ലഭിക്കുന്ന ഒരു അഫർമേഷനായിട്ട് തന്നെ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു.
നമുക്ക് നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ്, നമുക്ക് കുറച്ച് സമയം നമുക്ക് രണ്ടുപേർക്കും കൂടി ചിലവഴിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീർക്കാനുണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇപ്പോൾ എന്താണ്, ഇനി പ്രതികാരം വീട്ടാനങ്ങളാണോ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങളുമായിട്ട് കുറച്ച് രണ്ടുപേർക്ക് ഒറ്റയ്ക്ക്, വേറൊരു വ്യക്തികളും അതിൻ്റെ ഇടയ്ക്ക് വരണ്ട, നമ്മുടെ ഇടയ്ക്ക് നമ്മൾ മാത്രം മതി. നമുക്ക് കുറച്ച് നേരം നമുക്ക് സംസാരിക്കാനുണ്ട്, നമുക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. ചില വ്യക്തികൾ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് നിങ്ങൾക്കൊരു പാഠം പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. നിങ്ങളവരെ ചിലപ്പം ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്കൊരു പാഠം പഠിക്കട്ടെ, നിങ്ങൾ കുറച്ച് അവരുടെ വാല്യൂ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർ നിങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിന്നത്. അല്ലാതെ നിങ്ങളെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാനായിരിക്കത്തില്ല. അപ്പോൾ ഇവിടെ പറയുന്ന മെസ്സേജ്, ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. നീ മിണ്ടിയാലും ശരി, മിണ്ടിയില്ലെങ്കിലും ശരി തന്നെ, എങ്ങനെയായിരുന്നോ നീ എൻ്റെ ലൈഫിൽ, അതുപോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും നിന്നോട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ചായിട്ട് നിന്നെ വിട്ടുപോയി എന്ന് വിചാരിച്ച് എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. ചില വ്യക്തികൾക്ക് ഒരു കംഫർട്ടബിൾ അല്ലാത്തതുപോലെ തോന്നുന്നു. ചിലപ്പം നിങ്ങൾ ഒരുപാട് അവരെ സ്പേസ് കൊടുക്കാത്ത വിധം നിങ്ങളുടെ പേഴ്സണെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എപ്പോഴും ഫോൺ ചെയ്തിട്ടാണെങ്കിലും, എപ്പോഴും മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും, എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പോലും അവരെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു സമയം ഈ ഒരു മെസ്സേജ് വരുന്നത്. അവർക്ക് അൺകംഫർട്ടായിട്ടാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷനെ ഫീൽ ചെയ്യുന്നത്. ആരൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നാലും പോയാലും അവർ നിങ്ങളെ സ്നേഹിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്ത് തന്നെ സംഭവിച്ചിരുന്നാലും ശരി തന്നെ, അവർക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിയായിട്ട് വന്ന് നിൽക്കുന്നത് ആര് തന്നെ ആയിരുന്നാലും, ചിലപ്പോൾ അവർ ഫാമിലി ആയിരുന്നാലും അല്ലെങ്കിൽ പേരൻസ് ആയിരുന്നാലും ആര് തന്നെ ആയിരുന്നാലും, അതൊന്നും അവർക്കൊരു മാറ്ററേ അല്ല. നീ എന്നുള്ള വ്യക്തി എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നീ എന്നുള്ളൊരു വ്യക്തി എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അവർ പറയുകയാണ്, ഞാൻ സോറി പറയുകയാണ്, ഞാൻ നിന്നെ സംശയിച്ചതിൽ, ചില സംശയത്തിൻ്റെ പേരിൽ നിങ്ങളുടെ റിലേഷൻ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അകൽച്ച ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ആ സംശയമാണ് ഇതിന് കാരണം. അങ്ങനെ സംശയിച്ചതിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. ഓക്കെ, ഒരുപാട് പേരുടെ റീഡിംഗ് ആണ്. അപ്പം മെസ്സേജും ഒരുപാടായിട്ട് വരും. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന മെസ്സേജ് മാത്രം എടുക്കുക, ഇല്ലാത്തത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുക. പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരട്ടെ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് സന്തോഷം വരട്ടെ. ഒരുപാട് പേര് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, എപ്പോഴും ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകത്തില്ല. ചിലപ്പോൾ സന്തോഷത്തിലായിരുന്ന വ്യക്തികൾ ഇതുവരെയും നിങ്ങളുടെ ലൈഫ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ ഒരു സമയത്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു, ഇപ്പം നിങ്ങൾക്ക് ദുഃഖത്തിൻ്റെ സമയമാണ്. ഈ ദുഃഖവും ഒരു സമയത്ത് ചേഞ്ച് ആകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, എപ്പോഴും കണ്ണുനീരോടെയും എപ്പോഴും ചിരിയോടുകൂടിയും ഈ ഭൂമിയിൽ ആരുമില്ല. ഈ സമയവും കടന്നു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അത് നിങ്ങൾക്ക് ആശ്വാസം പകരും. അപ്പം ഇത് തന്നെയാണ് എൻ്റെ ലൈഫിൽ എന്ന് മാത്രം ചിന്തിക്കാതെ, ഇത് ഘടികാരം എങ്ങനെയാണോ റൗണ്ടിനുള്ളത്, ഇറങ്ങി വന്നതിന് ശേഷം ഒരു കയറ്റം കാണും, വീണ്ടും ഇറക്കം കാണും, വീണ്ടും കയറ്റം കാണും. ഇത് തന്നെയാണ്, ഈ ഒരു സൈക്കിളാണ്. ആ ഒരു സൈക്കിള് നമ്മൾ പിന്തുടർന്നേ മതിയാകും. രാത്രി പകല് ഉച്ച വൈകിട്ട് ഇങ്ങനെ കറങ്ങി ഡെയിലി ഇങ്ങനെ മാറി വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെ മാറി വരുമെന്നും, നിങ്ങൾ അത്രയും പെയിൻ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ചിന്തിക്കുക, ഈ സമയവും എനിക്ക് കടന്നു പോകും എന്ന് മാത്രം ചിന്തിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം മറ്റുള്ളവർക്കും സഹായമായി തീരട്ടെ. ഓക്കെ, താങ്ക് യു. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹം ഓരോ വ്യക്തികളിലും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടി അയച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങൾ അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.